ഹലോ, സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള, നല്ല പുളിയൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. കഴിക്കാൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ് കേട്ടോ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ നാട്ടിൽ ആവോലി കടുവ എന്നാണ് ഈ മീനിൻ്റെ പേര്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മീനൊന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി നല്ലപോലെ കഴുകിയിട്ട് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 10 മിനിറ്റോളം ഉപ്പ് ചേർത്ത് വെക്കണം. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. വലിയൊരു സവാള തിന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, 2 കഷ്ണം പുളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, വലിയൊരു വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, കറിവേപ്പില. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി 5 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായി ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ മീനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി വീഡിയോക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത് ഏകദേശം ഇതൊന്ന് ചാറ് കുറുകി വരുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായി ചാറൊക്കെ കുറുകി വന്ന് മുളകൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ കഴുകിയതിന് ശേഷമാണ് കേട്ടോ മീൻ ചേർത്ത് കൊടുക്കുന്നത്. മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. എങ്കിലേ എല്ലായിടത്തും ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. എന്നിട്ട് ഏകദേശം ഒരു 7 മിനിറ്റോളം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മീനിൻ്റെ വേവിനനുസരിച്ചിട്ട്, മീൻ അത്രയൊന്നും വേവ് ഉണ്ടാവില്ല, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില കൂടി മേലെ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള നല്ലൊരു മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. മടിക്കാതെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.